ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് പുട്ടിൻ്റെ കൂടെയും അതുപോലെ അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ചോറ് ഇതിൻ്റെ കൂടെ എല്ലാം ഒരു സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്ന അടിപൊളി ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1/2 കപ്പ് കടല നന്നായി കഴുകി വെള്ളത്തിലിട്ട് 10 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വാർത്തെടുക്കാം. അങ്ങനെ വെള്ളം വാർത്തെടുത്തിട്ടുള്ള കടല മുഴുവനായിട്ടും നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് നടുകെ കീറിയത്, 5 വെളുത്തുള്ളി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്ത് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് തിരുമിയെടുക്കാം. ഒത്തിരി പ്രഷറിൽ നമ്മളത് തിരുമിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം നന്നായി ഒന്ന് യോജിച്ച് വരുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കടലയുടെ കുറച്ച് മുകളിലോട്ട് നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് 6 വിസിൽ ഹൈ ഫ്ലെയിമിൽ വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ കുതിർത്തിട്ടുള്ളതാണെങ്കിലും 6 വിസിൽ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകമായി കിട്ടുക. പിന്നെ നമ്മൾ 6 വിസിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് ആ കുക്കറിലെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ പ്രഷർ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 പച്ചമുളക് നടുകെ കീറിയതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. അങ്ങനെ നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെയെല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആ സവാളയിലേക്ക് ആവശ്യത്തിന് മാത്രം ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് സവാള നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, ഇത്രയും പൊടികൾ ആഡ് ചെയ്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ മൂപ്പിച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടും ആ ഒരു ടേസ്റ്റ് മാറാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം പൊടികൾ മൂപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പൊടികളെല്ലാം അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ പ്രഷർ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് കടല നന്നായിട്ട് വെന്തോന്ന് നോക്കാം. കടല വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ കടലയും അതിൻ്റെ വേവ് വ്യത്യാസമായിരിക്കും. അപ്പോൾ കടല വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം കൂടി നമുക്ക് കുക്കറിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് പൊട്ടി നന്നായിട്ട് വേവുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ വെന്തിട്ടുള്ള കടല നമ്മുടെ മസാലയിലോട്ട് ആ വെള്ളവും ആ തിളപ്പിച്ചിട്ടുള്ള വെള്ളവും അതുപോലെ ആ കടലയും മുഴുവനായിട്ടും മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് മസാല കടലയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ മസാലയൊക്കെ കടലയുടെ ഉള്ളിലോട്ട് നന്നായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നത്. പിന്നെ നമുക്ക് എന്തോരം ചാറ് വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് വേണം നമ്മളിത് വറ്റിച്ചെടുക്കാനായിട്ട്. അതുപോലെ നന്നായി തിളച്ച് നമുക്ക് ആവശ്യമുള്ള ചാറായിട്ട് ഒന്ന് കുറുകി അതിന് മുകളിൽ ആ ചാറിന് മുകളിലായിട്ട് എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പിന്നെ കടല ഇരിക്കും തോറും ഒന്നുകൂടി ഒന്ന് കുറുകി വരും കേട്ടോ, ഒന്ന് കട്ടിയായി വരും. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ ഇത്. കാരണം ആ ഒരു ചാറൊക്കെ ഒന്നും കൂടി ഒന്ന് ഇരുന്ന് വറ്റി
നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.